ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അങ്ങനെ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, അവർക്കെല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, ആകെ ഒരു വാക്ക് കേൾക്കാനുള്ളത് ഷാജി. അവരത് പറഞ്ഞു, അവരിത് പറഞ്ഞു, ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഇട്ടിട്ട് അലക്കാണ് ഇട്ടിട്ട്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ? ഇതൊക്കെ പേഴ്സണലായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ അലച്ച് പറയേണ്ട കാര്യങ്ങൾ എന്താണ്? മാന്യമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എത്ര മോശമാണിത്. ഇത് വല്ല ചേരി പ്രദേശങ്ങളിലെ ആൾക്കാർ സംസാരിക്കും പോലെയാണ് യൂട്യൂബ് ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്നത്. ഇനി ഇതിനെതിരെ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല, കേട്ടത് പറഞ്ഞു എന്ന് മാത്രം തന്നെ. എന്നാൽ പിന്നെ നമുക്കത് കാണാണ്ടിരുന്നൂടെ ചോദിക്കും. നമ്മളും യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കും യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതാണ്. പിന്നെയും പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഇത് എന്താണ് അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, അവരെന്നെ തേച്ച് ഇവരെന്നെ തേച്ച് പറഞ്ഞിട്ട് ഇതന്നെ ഉള്ളൂ. എന്തതിൻ്റെയൊക്കെ ആവശ്യം? ഈ ഷാജി എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്താണ് പാലക്കാട് പത്തിരിപ്പാല 1-ാം മൈലിലുള്ള കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഏകദേശം അടുത്താണത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ആ കുട്ടീൻ്റെ വീഡിയോ കാണുമ്പോൾ ആ മക്കൾ അവരുടെ ഉപ്പാൻ്റെ ഖബർസ്ഥാനത്തൊക്കെ പോയിട്ട് ദുആ ചെയ്യുന്നതും ഒക്കെ കേട്ടിട്ട് നമുക്ക് വല്ലാത്ത സങ്കടം വന്നിട്ടുണ്ട്. ആ കുട്ടികളെയൊക്കെ കണ്ടിട്ട്. അവളിപ്പോൾ പാലക്കാട് ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എന്താണ് അവൾക്ക് കമൻ്റ് ഇടും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് കമൻ്റ് ഇട്ടാലും അതിന് യാതൊരു റിപ്ലൈയും തരില്ല. നമ്മളിങ്ങനെ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് പോലും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്താ കാട്ടി, ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരെൻ്റെ എന്താണ് വീഡിയോക്ക് കമൻറ്റ് ചെയ്താലും ഞാൻ അതിന് നല്ലോണം അവരിനെ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ കണക്കാക്കുകയുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ നമുക്ക് കമൻ്റ് ഇടുന്നതും ഒക്കെ. അതിനുള്ള റെസ്പോൺസ് നമ്മൾ കൊടുത്തേ ആകണം. അവർക്കും പണിയൊന്നും ഇല്ലാണ്ടൊന്നുമല്ല നമ്മുടെ വീഡിയോ കാണുന്നത്, ഇഷ്ടം കൊണ്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കും ഇഷ്ടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണുമ്പോൾ അവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാലും നമ്മൾ കാണുന്നതിന് നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇതൊരു റെസ്പോൺസും ഇല്ലാണ്ടായപ്പോൾ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ കാണുന്നത് എന്താണ്, പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ യൂട്യൂബ് തുറന്നാൽ കാണുമ്പോൾ അവർ അത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്നുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമേ ആ വീഡിയോയിൽ കാണാനുള്ളൂ. അവളും അവളുടെ ഉമ്മയും കൂടിയിട്ടാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഉമ്മയും മിണ്ടൂല, ഭർത്താവിൻ്റെ ആൾക്കാരുമില്ല. ഈ മക്കളിനെയും കൊണ്ട് ഒറ്റക്കാണ്. പറയാം എന്താ കാരണങ്ങൾ? സ്വന്തം പെറ്റുമ്മ മക്കൾ, അതും ഭർത്താവ് മരിച്ചിരിക്കുന്ന മക്കളിന് എന്താ നമുക്ക് സ്നേഹം കൂടുതലുണ്ടാകുക. ഈ 5 മക്കളെ കാണുമ്പോൾ നമുക്കേ സങ്കടം. അപ്പോൾ പിന്നെ അവരുടെ പെറ്റുമ്മക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ അമ്മയില്ല, ആരുമില്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തിയും കൊണ്ട് വർത്തമാനം പറയുള്ളൂ. ഇപ്പം നമ്മളും ഉമ്മയാണ്. നമുക്ക് നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കില്ല എല്ലാ ഉമ്മമാരും. അതൊക്കെ അവരുടെ കുടുംബ വിഷയം, അതെന്തോ ആകട്ടെ, നമ്മൾ കണ്ടത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഈ ഷാജി മാത്രമല്ല, അവൾ മറ്റൊരാളിനെ എന്തിനങ്ങനെ തെണ്ടി ജീവിക്കുന്നത് ചോദിച്ച് ഇവളുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാങ്ക് അക്കൗണ്ട് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാ? എല്ലാ യൂട്യൂബേഴ്സും ബാങ്ക് അക്കൗണ്ടൊന്നും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കില്ലല്ലോ. അപ്പോൾ അത് പൈസ അയക്കാൻ തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അതിന് അർഹത ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ യത്തീം മക്കളിനെ എന്തിനാണ് ഇങ്ങനെ ഈ വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിക്കുക? ആ മഷൂറ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതും അങ്ങനെ തന്നെയാണ്. ആ മക്കളിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയുക. ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിക്ക് പോലും ഒരാളെ കിട്ടാൻ വഴിയില്ല. നമ്മുടെ നാട്ടിൽ പണിയില്ലാണ്ട്, പണിക്ക് ആളിനെ കിട്ടാണ്ട് അന്യനാട്ടിൽ നിന്നാണ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിക്കുന്നത്. നല്ല കൂലിയുണ്ട് ഇന്നത്തെ കാലത്ത്. പിന്നെ യൂട്യൂബിൽ അവരുടെ സങ്കടം കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ട് അവർക്കൊക്കെ
നല്ലോണം ഇപ്പോൾ നമ്മളുടെ ചാനലൊക്കെ ഡൗണാണ്, അവരുടെ ചാനലൊക്കെ നല്ല ഉയർച്ചയിലെത്തിയിരിക്കുന്നത്. കാരണം അവരുടെ സങ്കടം കണ്ട് എല്ലാവരും ഞാനടക്കം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരിനെയൊക്കെ. കാരണം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ മക്കൾക്ക് കിട്ടിക്കോട്ടെ, എത്തിയ മക്കളല്ലേ എന്നും പറഞ്ഞിട്ട്. പക്ഷേ വീണ്ടും വീണ്ടും മഷൂറ പറഞ്ഞ ഒരു വീടായി. ഇനി അത് എന്താണ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, അത് പോളിഷ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അൽഹംദുലില്ലാ ഒരു വീടായി കിട്ടിയില്ലേ. ഒരു ചാള അടച്ചു കിടക്കാൻ വഴിയില്ലാണ്ട് എത്ര ജനങ്ങൾ ഇരിക്കുന്നുണ്ടറിയോ. അവർക്കൊക്കെ ഇതുപോലെ വന്ന് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് മക്കളിനെ വളർത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊന്നും ഈ യൂട്യൂബിൽ വന്നിട്ട് അലക്കാത്തത് എന്താ അറിയോ? ആത്മാഭിമാനം. കാരണം ഭർത്താവ് മരിച്ചവർ യൂട്യൂബിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ അവർക്കിപ്പോൾ ഷാജിദാക്ക് കണ്ടില്ലേ, അതാണ് ലാസ്റ്റ് കിട്ടുക. അപ്പോൾ അത് മടിച്ചിട്ടാണ് മിക്കവരും ആ മക്കളിനെയും കൊണ്ട് പട്ടിണിയാണെങ്കിൽ പട്ടിണിയെ പറഞ്ഞിട്ട് ജീവിക്കുന്നത്. അല്ലാണ്ട് ഇവർ മാത്രമൊന്നുമല്ല എത്തിമക്കളിനെ വളർത്തിയും കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒക്കെ പത്തിരിപ്പാലിനെ കുറിച്ച് ഞാൻ പറയാം. പത്തിരിപ്പാലിൽ മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ എത്തിമക്കളിനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയും ചെയ്യും. മദ്രസ വിദ്യാഭ്യാസം, പിന്നെ നല്ല ഫുഡ് എല്ലാം ഉണ്ട്. അതുപോലെ അവരുടെ ഉമ്മമാർക്ക് അവിടെ ജോലിയും കൊടുക്കും. അനുഭവങ്ങളാണ്. നമുക്ക് കുറേ ആൾക്കാരെ നമ്മളങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ മക്കളൊക്കെ ഇന്ന് നല്ല നിലയ്ക്ക് എത്തിയിട്ടുമുണ്ട്. കണ്ടിട്ട് പറയാണ്. അല്ലാതെ ഇങ്ങനത്തെ ആവശ്യമൊന്നും പത്തിരിപ്പാലക്കാർക്കില്ല. പത്തിരിപ്പാലക്കാരെന്നല്ല, എന്താണ് എവിടുത്തെ ആൾക്കാർ വന്നാലും അവർ വാപ്പല്ലാത്ത മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ നോക്കും, ഹോസ്റ്റൽ സൗകര്യം കൊടുക്കും, നല്ല ഫുഡ് കൊടുക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ 1-ാം മൈൽ എന്ന് പറയുന്ന അത്ര ദൂരമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഇത്രയും കാലം മിണ്ടാതിരുന്നതാണ്. പിന്നെ കല്യാണം കഴിക്കാത്തതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ മഹർ ഇതാ പറയും, നിക്കാഹ് ചെയ്യേണ്ട എങ്ങനെയാണ് മഹറാകുക? ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മഹർ കല്യാണം കഴിയാത്ത മഹർ ഇടുക എന്നുള്ളത് അത് മഹറല്ല, അത് ഗിഫ്റ്റാണ്. അതിന് മഹർ എന്ന് പേര് പറയില്ല. പിന്നെ കല്യാണം ഈ 5 മക്കളിനെയും കൊണ്ട് ഞാൻ വളർത്തി പറയും. പിന്നെ മക്കളിനെ അവരവരല്ലാണ്ട് പിന്നെ ആരെ വളർത്തുക? പിന്നെ എന്താണ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇവളിനെ നാത്തൂൻ പറഞ്ഞു ഇവൾ പറഞ്ഞല്ലോ, ഇവളെ നാത്തൂൻ്റെ മകളിനെ ഇവൾ എന്തെല്ലാം പറഞ്ഞു. അതൊരു ചെറിയ പെൺകുട്ടിയായിരിക്കില്ലേ? ആ പെൺകുട്ടിക്കുമില്ലേ ഇതേപോലെ അഭിമാനവും നാണവും ഒക്കെ. അപ്പോൾ ആ കുട്ടി കേസ് കൊടുക്കുകയാണെങ്കിലോ? ഇതൊക്കെ അവനവൻ്റെ വീട്ടിൽ കുടുംബങ്ങളിൽ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് പച്ചയായിട്ട് എന്താണ് യൂട്യൂബിൽ വന്ന് പറയുക. ഇത് യൂട്യൂബിൽ മാനമര്യാദയ്ക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരും ഇതൊക്കെ കാണുന്നുണ്ട്. കാണണ്ടെന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല, കാണും. കാരണം യൂട്യൂബ് തുറന്നാൽ ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു അറുതി വേണ്ട. കേസൊക്കെ കൊടുക്കുന്നവരൊക്കെ കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ കുടുംബകാര്യങ്ങൾ. ഞാൻ കുറേ ആയിട്ടുണ്ട് ഇത് പറയണ്ട വിചാരിച്ചിട്ടിരിക്കുന്നത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്തിയ മക്കളെ കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ആ മക്കളെ കാണിക്കുക. എന്ത് സങ്കടമാണ് അതൊക്കെ. അല്ലെങ്കിൽ ഈ എത്തിയ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമാണ്. ഇത് ആ മക്കളിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലോ? അവനവനക്ക് മഷൂറ പറഞ്ഞവർക്ക് ഇരിക്കാൻ ഒരു വീടായിട്ടുണ്ട്. അള്ളാഹെന്നും പറഞ്ഞിട്ട് എന്താണ് യൂട്യൂബ് ചാനലും ഉണ്ട്. അതിലെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അൽഹംദുലില്ലാ, അതുതന്നെ ഹൈർ. പിന്നെയും ഇങ്ങനെ ഈ മക്കളെ കാണിച്ചിട്ട് മക്കളുടെ സങ്കടമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് തെറ്റായിട്ടൊന്നും പറയുന്നതല്ല, മക്കളെ കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. കാരണം അവരവരുടെ കാര്യങ്ങളാണ്. അതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ 10 ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഈ കേൾക്കുന്ന ആൾക്കാർക്കും അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ട് കേൾക്കുമ്പോഴും. ഇത് നമ്മളും കുടുംബത്തിലിരുന്ന് കാണും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. എനിക്ക് ഇത് കണ്ട് ഇതായിട്ട് ഞാനൊന്നും പറയില്ല വിചാരിച്ചിട്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അസ്സലാമു അലൈക്കും.